അപ്പോൾ നമുക്ക് ഒരറ്റത്തുനിന്ന് അങ്ങോട്ട് ബീൻസ് പറിക്കാൻ തുടങ്ങിയാലോ. വിളഞ്ഞതൊക്കെ അങ്ങ് പറിക്കാം അല്ലേ. അപ്പം എല്ലാം കൂടെ വെള്ളമെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ഒന്നൊന്നായിട്ട് കിടക്കുന്നെന്നുള്ളതെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ ഒരു സൈഡ് തന്നെ ഇത്രയും പറിച്ചിപ്പം കേട്ടോ. അതെന്താണെന്നറിയാമോ, ചില ഓരോരെണ്ണമേ കായ്ക്കത്തുള്ളൂ. ചില ബീൻസ് വന്ന് കൊലയായിട്ടും കായ്ക്കും. ഒന്നൊന്ന് കിടക്കുന്ന നമ്മളൊന്നും ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ നോക്കുമ്പോൾ ഇതിനിടയ്ക്ക് മുഴുവനും ബീൻസ് നിൽക്കുക. അപ്പോൾ ഇത് മുഴുവനും പറിക്കണമെങ്കിൽ ഇടയ്ക്ക് കൂടെ ഒക്കെ നോക്കി വേണം പറിക്കാൻ. ഇഷ്ടം പോലെ ഇതിനിടയ്ക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം പറിച്ചെടുക്കട്ടെ കേട്ടോ. കണ്ടോ ഇന്നത്തെ വിളവെടുപ്പ്. നമ്മക്കിളി നല്ല പരിപാലിച്ചിട്ടാണ് ഇത്രയും നമുക്ക് കൃഷികൾ നല്ല രീതിയിൽ വന്നത്. പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് കർഷകശ്രീ അവാർഡ് നാട്ടിലായിരുന്നെങ്കിൽ കിട്ടിയാനേ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഇനിയിപ്പം പുതുതായിട്ട് ഉണ്ടാക്കിയെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇതുവരെയ്ക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ചിലപ്പം ഫ്യൂച്ചറിൽ വരാനും ചാൻസ് ഉണ്ട്. കാര്യം അങ്ങനെ ഒരു അവാർഡ് ആരെങ്കിലും അസോസിയേഷൻ അങ്ങനെയൊക്കെ കൊടുത്താലും കൊടുക്കും. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. എന്നോട് പലരും നാട്ടിൽ നിന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് കർഷകശ്രീ അവാർഡൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലേ? എന്താ പറയാനാ, വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് സമയമാകുന്നു. ചെറിയൊരു മൂടല, എന്നാൽ മഴ പെയ്യുന്നുമില്ല. ബീൻസ് കണ്ടോ ഒന്നും ഇല്ലെന്നാണ് വിചാരിച്ചത്. ഇവിടെ ഈ കനം കുറഞ്ഞതായോണ്ടേ ഈ ഇനം നമുക്ക് നിൽക്കുന്ന അറിയത്തില്ല. ഒറ്റ ഒരെണ്ണമേ ഒരു ഞെടുപ്പിൽ വരത്തുള്ളൂ. അതേസമയം ബെല്ലി ബീൻസ് ഒക്കെ ആണെങ്കിലേ ഈ ഇനമാണെങ്കിലേ ഇതാണെങ്കിൽ ഒരു കൊലയിൽ 5-6 എണ്ണം കായ്ക്കും. ഇത് നല്ല അടിപൊളി സെറ്റപ്പായത് കേട്ടോ. പക്ഷേ ഇത് കനം കുറഞ്ഞതാന്നേ ഉള്ളൂ. അങ്ങനെ പരന്നിരിക്കുക. ഒരെണ്ണം ഒറ്റ കൊലയിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ അവിടെ ഇവിടെയും കിടക്കുമ്പോൾ നമുക്ക് അറിയത്തേ ഇല്ല. ഇത് ഇത്രയും കിട്ടുക കേട്ടോ. ഞാൻ വിചാരിച്ചില്ല എത്ര ഉണ്ടെന്ന്. എല്ലാം കൂടെ ഇനി സെപ്പറേറ്റ് ആക്കിയിട്ട് കാണിക്കാം. നമ്മൾ എത്ര നോക്കി പറിച്ചാലും നമ്മൾ ഈ ചെടികളുടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 1.5 മാസം കൊണ്ട് ചെടിയുടെ കാലം കഴിഞ്ഞ് ഇതെല്ലാം വലിച്ചു പറിക്കാൻ നോക്കുമ്പോൾ ഇതിനിടയിൽ ഇഷ്ടം പോലെ കിടക്കും. നമ്മളപ്പം അയ്യോ ഇതെല്ലാം കണ്ടില്ലല്ലോ, ഇന്നെല്ലാം വിത്തിനെടുക്കും. അതായത് ഒത്തിരിയാവും വിത്തിനങ്ങ്. നമ്മുടെ ഹാർവെസ്റ്റ് നമ്മുടെ തക്കാളികൾ, അതായത് ഓറഞ്ച്, യെല്ലോ, റെഡ്, ചോക്ലേറ്റ് കളർ നൈറ്റ് സ്നാക്ക്. ഇതെടുത്ത് നോക്കട്ടെ. അന്ന് പറിച്ചപ്പോൾ 3 എണ്ണം കിട്ടിയുള്ളൂ. ഇന്ന് നിറയെ ഉണ്ട് കേട്ടോ. ഇന്ന് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോഴേ സംഭവം താഴെ പൊട്ടിക്കീറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിന്നുമ്പോൾ അതൊരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് കണ്ടോ കളർ കണ്ടോ, പലതും പല കളറിലാണ് കിടക്കുന്നുണ്ടോ. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടാലോ. നമ്മുടെ മിഡ് നൈറ്റ് സ്നാക്ക് കണ്ടോ റിഫ്ലക്ട് ആകും. അതാണ് ഇതിന് ആ പേര് വരാൻ കാര്യം. എന്ത് കളറാന്ന് നോക്ക്, എന്തൊക്കെയാന്ന് നോക്ക്. ബ്രൗണ്, റെഡ്, മെറൂണ് എല്ലാം കൂടെ മിക്സ് ആയതാണ് കേട്ടോ. ഇത് നല്ല കറുത്തിരിക്കുന്നു, നല്ല കറുപ്പ്. എടുപ്പോട് കൂടിയാണ് പറിക്കുന്നത്. കാരണം നമുക്ക് 2 ദിവസം വെച്ചിരുന്ന് കഴിക്കാമല്ലോ. ഉടനെ നമ്മൾ തിന്ന് തീർക്കത്തില്ലല്ലോ. ഇത് വേറെ ഓറഞ്ച് കളർ എല്ലാം എന്താ അത്രയുണ്ട്. ചിലതൊക്കെ പൊട്ടിക്കീറി. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ വിത്തിന് വെച്ചേക്കുക. കളർ കണ്ടാ, ഇത് റെഡ്. അതിന് തമ്മിൽ വ്യത്യാസം കണ്ടാ. ഇപ്പം എടുത്ത വിളവാണിതെല്ലാം. ബീൻസ് 3-4 തരം ഉണ്ട് കേട്ടോ. യെല്ലോ, വയലറ്റ്, ബെല്ലി ബീൻസ്, കുറ്റി ബീൻസ്, യെല്ലോ വിത്ത് ഓറഞ്ച് തക്കാളി, ഇത് റെഡ് തക്കാളി, ഇത് ചോക്ലേറ്റ് തക്കാളി, കാന്താരി. ഞാൻ കുറച്ചേ ഇന്ന് പറിച്ചുള്ളൂ കേട്ടോ. ഉള്ളത് കൊണ്ട് നമുക്ക് അന്നേരം പോയി പറിച്ചാൽ മതിയല്ലോ. പിന്നെ ഇത് ഹംഗേറിയൻ വാക്സ് മുളക്, ഇത് വന്ന് അനാഹിയം ഹോട്ട് ചില്ലി, കുറച്ച് ചീര നമുക്ക് നാളത്തേക്ക് ഒരു നേരത്തിനുള്ളത് എടുത്തു. പിന്നെ ക്യാപ്സിക്കം, ഇത്രയും ക്യാപ്സിക്കം എന്ന് പറിച്ചു. ഇത്രയും മല്ലി ഉണ്ടായിരുന്നു, മല്ലിയിലയും പറിച്ചു. ഇന്ന് എടുത്തത് മാത്രമാണ് ഇത്രയും കേട്ടോ. ഇത് ഞാൻ എന്തിനാ ഈ തക്കാളി പേപ്പറിൽ വെച്ചിരുന്നു വെച്ചാൽ ഇതെല്ലാം പൊട്ടിക്കീറി ഉണ്ടോ. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ വിളവാണ്. ചീര വകകളൊന്നും എടുത്തില്ല. ബീട്രൂട്ടിൻ്റെ ഇല നിൽക്കുന്നു, ഉലുവായില നിൽക്കുന്നു, കേല് 3 വെറൈറ്റി നിൽക്കുന്നു, പിന്നെ നമ്മുടെ ചുമന്ന ചീര നിൽക്കുന്നു, ലെറ്റ്യൂസ് നിൽക്കുന്നു. ഇതെല്ലാം നിൽപ്പുണ്ട്. ഇതൊക്കെ ഞാൻ ഇനി പിന്നെ എടുക്കുന്നുണ്ട്. ഞങ്ങളെ കൊച്ചു കണ്ടില്ല, വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അവളിങ്ങനെ പാട്ടുംപാടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും നീ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അവൾ ശരി മുളക് വെച്ച് കളിക്കുക, കുഴപ്പമില്ല. അത് പിന്നെ നമ്മൾ ഞെടുപ്പോടുകൂടി പറിച്ചതായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ദേഹം കൈയൊന്നും എരിയത്തില്ല. കാന്താരിയും എല്ലാം ഉണ്ട്. കാന്താരി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ പറിക്കാൻ. ഞാൻ പറിച്ചില്ല, കാര്യം അന്നേരം പോയി പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി മൂത്ത് പോകും തോന്നുന്നു. അത് ഞാനിങ്ങനെ പറിച്ചതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ കാനഡയിൽ ഒരു കർഷകശ്രീ എന്ന് വേണം പറയാം കിട്ടിയ ഒരു ദിവസത്തെ വിളവ്. ഇനിയൊന്നും ആയില്ല. ബീൻസൊക്കെ നിറയെ കിടക്കും. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നിറയെ കിട്ടും. ഇപ്രാവശ്യം അധികം ആയില്ല, ആയി വരുന്നതേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇതാണ്. നമ്മൾ പൊന്നു വിളയിക്കുക എന്ന് പറയുമല്ലോ, അതാണ് ഇന്ന് വിളയിച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായത് ഉള്ള സമയത്ത് നമ്മൾ കൃഷി ചെയ്തെടുത്ത് കണ്ടോ. അതാണിപ്പം നിങ്ങളെ കാണിക്കുന്നത്. ഈ മുളക് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. 9 ഇഞ്ച് ഉണ്ട്. ഞാൻ നോക്കിയായിരുന്നു, അളന്ന് നോക്കിയായിരുന്നു. ആദ്യം ഒന്ന് പറിച്ചപ്പോൾ ഞാൻ അളന്ന് നോക്കിയായിരുന്നു. ഇതിപ്പോൾ ഇന്ന് ഇത്ര എടുത്തതിന് മുമ്പ് ഇതെല്ലാം വിളവെടുത്തതാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത് നല്ല വിശേഷം ഗാർഡൻ വീഡിയോ, ഏത് വീഡിയോ അന്നേരം ഏതാണെന്ന് അറിയത്തില്ല അടുത്ത് ഞാൻ ഇടാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം കേട്ടോ. ബൈ ബൈ.